ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ച് കോൺഗ്രസ്. പട്ടികര MMLP സ്കൂളിൽ സജ്ജമാക്കിയ പോളിംഗ് കേന്ദ്രത്തിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു വോട്ടെടുപ്പ്. കാലങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളുന്ന ബാങ്കിന്റെ 13-അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF, CPM എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സരരംഗത്തുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് TO സെബി, MM അബ്ദുൾ ജലീൽ, UV അശോകൻ, RM നൌഫൽ, PK പരീദ്, പവൽ ജോർജ്, CK ബിജു, ആൻസി ജോസഫ്, യശോദ സുരേന്ദ്രൻ, KL പോൾസൺ, പ്രിയ പ്രകാശൻ, ജീസൺ ബൈജു, AK ഹരിദാസ് എന്നിവരാണ് UDF പാനലിൽ മത്സരിച്ചത്. ഇതിൽ ജീസൺ ബൈജു, AK ഹരിദാസ് എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഗിരിജ സുരേഷ്, ബാജേഷ്, VA ഷിഹാബ്, PA ഷാജി, RS നൌഫിദ എന്നിവരടങ്ങുന്ന വിമത കോൺഗ്രസ് വിഭാഗത്തിന്റെ പാനലും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് NA ഇക്ബാൽ, CJ തോമസ്, AK പരമേശ്വരൻ, PA മുഹമ്മദ് അലി, CI വർഗീസ്, CF സണ്ണി എന്നിവരടങ്ങുന്ന CPM പാനലുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കും സമാനമായ രീതിയിൽ കോൺഗ്രസ് വിമത വിഭാഗം, CPM എന്നീ പാനലുകൾ മത്സരിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം 75%-ലേറെ വോട്ട് നേടി വിജയിച്ചിരുന്നു. ചിറനെല്ലൂർ ബാങ്ക് ഭരണസമിതിയിലേക്കും കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം സ്ഥാനാർത്ഥികൾ വിജയിച്ചത് 75%-ലേറെ വോട്ടുകൾ നേടി തന്നെയാണ്. കോൺഗ്രസ് വിമത വിഭാഗത്തിനും പിന്നിലാണ് CPM പാനലിന്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ. കുന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ വരണാധികാരി. കുന്നംകുളത്തു നിന്നുള്ള വൻ പോലീസ് സംഘവും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി.